നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. കേരള സർവകലാശാല യുവജനോത്സവത്തിൽ കോഴ ആരോപണം നേരിട്ട് ജീവനൊടുക്കിയ മാർഗംകളി വിധികർത്താവ് PN ഷാജി SFI പ്രവർത്തകർ ക്രൂരമായി മർദ്ദിച്ചതെന്ന് ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തിയതിന് പിന്നാലെ മറ്റൊരു ടെസ്റ്റ് കൂടിയാണ് ഇപ്പോൾ വരുന്നത്. കേസിലെ 2-3 പ്രതികളും നൃത്ത പരിശീലകരുമായ കാസർഗോഡ് സ്വദേശി ജൊമൈറ്റ് മൈക്കിൾ, മലപ്പുറം സ്വദേശി സൂരജ് എന്നിവരാണ് SFIക്കെതിരെ രംഗത്ത് വരുന്നത്. ഇതിനിടെയാണ് മുൻ SFI നേതാവിനെതിരെ ഗുരുതര വെളിപ്പെടുത്തൽ വരുന്നതും. കലോത്സവ കോഴയ്ക്ക് പിന്നിൽ മുൻ SFIക്കാരാണെന്നാണ് ആരോപണം. SFI പുറത്താക്കിയ മുൻ ജില്ലാ ഭാരവാഹിക്കെതിരെ SFI കേന്ദ്ര കമ്മിറ്റി അംഗം അക്ഷയ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് പരാതി നൽകിയിട്ടുണ്ട്. കലോത്സവം പ്രോഗ്രാം സബ് കമ്മിറ്റി കൺവീനറും വിധികർത്താക്കളുടെ ചുമതലയുണ്ടായിരുന്ന നേതാവുമാണ് അക്ഷയ്. SFI പുറത്താക്കിയ മുൻ ജില്ലാ ഭാരവാഹി വിധികർത്താക്കളെ സ്വാധീനിക്കാൻ കൂട്ടുനിൽക്കുന്നതിന് 5 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തുവെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറിക്ക് നൽകിയ പരാതിയിൽ അദ്ദേഹം ആരോപിക്കുന്നത്. ഇത് ഏറെ നിർണായകമായ പരാതിയാണ്. ഈ പരാതി പോലീസിന് കൈമാറാൻ സാധ്യതയില്ല. എങ്കിലും SFI വിട്ടിലാകും എന്നാണ് ആരോപണം. SFI ജില്ലാ കമ്മിറ്റി യോഗവും കോഴ വാഗ്ദാനം ചർച്ച ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് SFI നേതൃത്വം കോഴ വിവാദത്തിൽ വിജിലൻസിന് പരാതി നൽകിയത്. കോഴ വിവാദത്തിൽ ആരോപണ വിധേയനായ വിധികർത്താവ് ഷാജി കണ്ണൂരിലെ വീട്ടിൽ ജീവനൊടുക്കിയതിൽ SFIയെ പ്രതിക്കൂട്ടിലാക്കി കോൺഗ്രസ് നേതാക്കൾ പ്രതികരിക്കുന്നതിനിടയിലാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഷാജിയെ മർദ്ദിച്ചുവെന്ന ദൃക്സാക്ഷിയുടെ മൊഴി അതിനിർണായകം തന്നെയാണ്. SFI നേതാവ് അഞ്ജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു സെനറ്റ് ഹാളിന്റെ അകത്ത് വെച്ച് ഷാജിയെ കൂട്ടിക്കൊണ്ടുപോയത്. നിനക്കിത്ര തടിയില്ലേടാ, പോയി കുറച്ച് കിളച്ച് തിന്നൂടെ എന്ന് അഞ്ജു ചോദിച്ചു. ഷാജിയുടെ ബയോഡേറ്റ വായിച്ച് കളിയാക്കി. അഞ്ജുവാണ് അടിക്കട ഇവനെ എന്ന് പറഞ്ഞത്. ക്രിക്കറ്റ് ബാറ്റ്, ഹോക്കി സ്റ്റിക്ക് തുടങ്ങിയവ കൊണ്ടായിരുന്നു അടിച്ചത്. എന്നെ ആവശ്യമില്ലാത്ത പ്രശ്നത്തിൽ കുരുക്കരുത്, ജീവിക്കാൻ വഴിയില്ല, ആത്മഹത്യ ചെയ്യുമെന്ന് ഇതിനിടെ ഷാജി പറഞ്ഞതായും ദൃക്സാക്ഷികൾ പറഞ്ഞു. അഞ്ജു ഷാജിയെ മർദ്ദിച്ചില്ല, പക്ഷേ അവരാണ് നേതൃത്വം നൽകിയത്. നന്ദന്റെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനം. ഷാജിയെ മർദ്ദിക്കുന്നതിന് തങ്ങൾ ദൃക്സാക്ഷികളാണ്. തങ്ങൾക്ക് മർദ്ദനമേറ്റു. ഇതിനിടെ രക്തസമ്മർദ്ദം കുറയുന്നതായി ഷാജി പറഞ്ഞെങ്കിലും അവരത് ഗവനിച്ചില്ല എന്നും ജൊമൈറ്റ് മൈക്കിളും സൂരജും പറയുന്നു. ഷാജിയുടെ ദേഹത്ത് മർദ്ദനമേറ്റ പാടുകളുണ്ടെന്നും കഴിഞ്ഞ ദിവസം ഷാജിയുടെ അമ്മയും പറഞ്ഞിരുന്നു. മാർഗംകളി മത്സരത്തിന്റെ ഫലത്തിൽ കൃത്രിമം കാട്ടിയെന്ന പരാതിയിൽ ഷാജിയെ 1-ാം പ്രതിയും ജൊമൈറ്റ്, സൂരജ് എന്നിവരെ 2-3 പ്രതികളാക്കിയുമായിരുന്നു കന്റോൺമെന്റ് പോലീസ് കേസെടുത്തത്. ഈ സാഹചര്യത്തിൽ ആരോപണങ്ങൾ എങ്ങനെ പോലീസ് എടുക്കും എന്നതാണ് നിർണായകം.